ഇന്ന് ഒരുപാട് ക്രിയേറ്റീവ് ഏജൻസീസ് ഉണ്ട്. ഇവരൊന്നും ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലോ ഇവരെ ക്ലയൻസിനെ പ്രൊവൈഡ് ചെയ്യൂല, അല്ലെങ്കിൽ ക്ലയൻസിന്റെ വർക്ക് ഷോക്കേസ് ചെയ്യൂല. ഇതിൻ്റെ ഒരു മെയിൻ കാരണം അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ ക്ലയൻറ്റിനെ അടിച്ചുകൊണ്ടുപോകും, കുറച്ച് റേറ്റ് കുറച്ചിട്ട് വർക്ക് എടുക്കും. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്ലയൻറ്റിനെ അടിച്ചുകൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. കാരണം ക്ലയൻറ്റ് അവിടെ നഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെക്കാളും വർക്ക് അവർ അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ക്ലയൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യണം, നമ്മളെ വർക്ക് അങ്ങോട്ട് ചെന്ന് ഒരു പ്രൈവറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഒരിക്കലും ഇങ്ങോട്ടൊരാളും വർക്ക് അന്വേഷിച്ചിട്ട് വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ഏത് വർക്ക് ആയിക്കോട്ടെ, മോശം വർക്ക് ആയിക്കോട്ടെ നല്ല വർക്ക് ആയിക്കോട്ടെ, നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പഠിക്കണം. ഈ വർക്ക് കണ്ടിട്ടായിരിക്കണം ബാക്കിയുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരേണ്ടത്. രണ്ട് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. ചെയ്യുന്ന എല്ലാ വർക്കും നമുക്ക് ഷോക്കേസ് ചെയ്യാനും പറ്റും. നല്ലതെന്ന് തോന്നുന്ന വർക്ക് മാത്രം എടുത്ത് ഷോക്കേസ് ചെയ്യാനും പറ്റും. രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വർക്ക് മാത്രം കണ്ടിട്ട് വരുന്ന ക്ലയൻസ് നമ്മുടെ അടുത്ത് നിന്ന് നല്ല വർക്ക് മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ. ചിലപ്പോൾ ക്ലയൻസിന് നല്ല വർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു വരില്ല. നമുക്ക് എല്ലാ ഫോട്ടോസും ഷോക്കേസ് ചെയ്യുമ്പോൾ ഇതിൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും, എന്നാൽ അത്ര അടിപൊളി അല്ലാത്ത ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും കണ്ടിട്ടാണ് നമുക്ക് നമ്മളെ ക്ലയൻസിനെ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ, വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ എല്ലാ വർക്കും ഞാൻ അവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന എല്ലാ ക്ലയൻസും ഒരുപോലെ ആവില്ല. നമ്മൾ നല്ല വർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല വർക്ക് മാത്രം പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് ക്ലയൻസ് വരും. പക്ഷെ നമുക്ക് എപ്പോഴും ഇതുപോലെ നല്ല ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ പറ്റണമെന്നില്ല. ചില സാഹചര്യങ്ങൾ കാരണം നല്ല ലൊക്കേഷൻ കിട്ടില്ല, നല്ല കോസ്റ്റ്യൂം ഉണ്ടാവില്ല, ചിലപ്പോൾ ബ്രൈഡിൻ്റെ മേക്കപ്പ് മൊത്തം ഒളിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല വർക്ക് മാത്രം ഷോക്കേസ് ചെയ്യാതെ എല്ലാ വർക്കും ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുക.